ഞങ്ങള് ഫസ്റ്റ് കണ്ടത് ജർമ്മൻ ക്ലാസ്സിൽ വെച്ചിട്ടാണ്. അപ്പോ അങ്ങനെ ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെട്ടു. അപ്പൊ പരിചയപ്പെട്ടോ പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞു. അങ്ങനെയല്ലേ? പ്രപ്പോസ് ചെയ്ത് ഒബ്വിയസ്ലി ഞാനാണല്ലോ, ഞാനായിരിക്കും, ഞാൻ തന്നെ. ഫോണ് ആളെ വിളിച്ച് കാര്യം പറഞ്ഞു, എന്നിട്ട് നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എക്സാമിന്റെ ടൈമില് ഭയങ്കര സ്ട്രെസ് ഉള്ള ടൈമിലായതുകൊണ്ട് ഞാൻ 2-3 വട്ടം ഞാൻ നെഗ്ലക്ട് ചെയ്ത് വിട്ടു. എസ് പറഞ്ഞത് കുറച്ച് മാസം കഴിഞ്ഞപ്പോ ഞാൻ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ അങ്ങനെ അന്നേരം ഞാൻ കുറെ നാളായിട്ട് കണക്ഷൻ ഇല്ലായിരുന്നു. ലൈക്ക് എക്സാം ഒക്കെ ആണല്ലോ, ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആൾക്ക് എന്താണെന്നറിയില്ല, മിസ് ചെയ്തിട്ടാണോ എന്നാണോ ഇങ്ങോട്ടേക്ക് ചോദിച്ചു, മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ, അങ്ങനെയായി. സിമ്പിളായിട്ട് പറഞ്ഞ ബട്ട് പവർഫുൾ. എനിക്ക് എന്താ ജോയുടെ അടുത്ത് നിന്ന് ഇത്രയും കാലം കിട്ടിയതല്ല ലവ് അല്ലേ? ആയിരിക്കും. ഇനി അങ്ങനെ തരണം അങ്ങോട്ട് തന്നെ. വിചാരിക്കുന്നു കൂടുതൽ തരാൻ ഞാൻ ശ്രമിക്കും. From the moment I met you, I knew that you were the one for me. To hold your hand when the road gets rough, and to celebrate with you when we reach the top of the mountain. You light up my world in ways that I never thought possible. I promise to love you, support you, and make you happy for the rest of our lives. You are my soulmate, my partner, and my best friend. I vow to stand by your side through all of life joys and challenges. ഇന്ന് കണ്ടപ്പോ നൈസ് ഇല്ലേ? ചേട്ടായി നല്ല പറയുന്ന ആളിനെ മോശം. ഞാൻ എന്നെ തന്നെ സ്വയം പുകഴ്ത്താൻ.